അധ്യയന വർഷം ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുമ്പോഴും ഐമനം പഞ്ചായത്തിലെ കരിമഠം ഗവൺമെന്റ് വെൽഫെയർ യു.പി. സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിന് പിന്നിലായുള്ള പാടശേഖരത്ത് മടവീഴ്ചയെ തുടർന്ന് സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്തിനടിയിലായതാണ് സ്കൂൾ തുറക്കാത്തതിന് കാരണം. പാടത്തെ വെള്ളം വറ്റിച്ച് സ്കൂൾ തുറക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് ജില്ലാ കളക്ടർ പാടശേഖര സമിതിക്ക് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴികെ മുഴുവൻ സ്കൂളുകളും തുറന്നിട്ടും കരിമഠം ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ മാത്രം തുറന്നിട്ടില്ല. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന VKV പാടശേഖരത്തിൽ മടവീഴ്ചയെ തുടർന്ന് വെള്ളം കയറിയതാണ് പ്രതിസന്ധിയായത്. പാടത്തെ വെള്ളം വറ്റിച്ചെങ്കിൽ മാത്രമേ സ്കൂൾ മുറ്റത്തെ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളൂ. ഇതിന് പാടശേഖര സമിതി തയ്യാറാകാതിരുന്നതോടെ രക്ഷിതാക്കൾ ജില്ലാ കളക്ടറെ സമീപിച്ചു. മോട്ടറടിച്ച് വെള്ളം പറ്റിക്കാത്താണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം പറ്റിച്ചാൽ മാത്രമേ നമുക്ക് സ്കൂളിലെ പഠനം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങൾ ജനങ്ങളാണേലും നമ്മൾ PTA-ക്കാരാണേലും എല്ലാ കാര്യത്തിലും ചെന്ന് അവരോട് പറഞ്ഞ്, പക്ഷെ അവരത് പറ്റിക്കാൻ തയ്യാറില്ല. 27 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലുള്ളത്. 3 ആഴ്ചയിലെ അധ്യയന ദിനങ്ങളാണ് ഇവർക്ക് നഷ്ടമായത്. ഇനിയും സ്കൂൾ തുറക്കാൻ വൈകിയാൽ ഈ കാലയളവിൽ പൂർത്തിയാക്കേണ്ട പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് അധ്യാപകർ പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഞങ്ങളോട് ടീച്ചർ എന്നാ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ, ഐമനം പഞ്ചായത്ത് കൃഷി ഓഫീസർ, പാടശേഖര സമിതി തുടങ്ങിയവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാടശേഖര സമിതി ഭാരവാഹികളുടെ ഉദാസീനതയ്ക്കെതിരെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.